റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആരോഗ്യമന്ത്രി കെ മുരളീധരനെതിരെ MBBS വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ. MBBS വിദ്യാർത്ഥികളിൽ നിന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഇനി മുതൽ 4.5 വർഷത്തേക്കുള്ള ഫീസ് മാത്രമേ ഈടാക്കാവൂ എന്ന് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഉത്തരവിറക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും അത്രേ വാങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവിറക്കി. പക്ഷേ മുൻ വർഷങ്ങളുടെ കാര്യം ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല. കാരണം കോടതിയിൽ സ്റ്റേ ഉണ്ട്, മാനേജ്മെൻറ്റിൽ സ്റ്റേ പോയിട്ടുണ്ട്, രക്ഷിതാക്കൾ പോയിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം പറഞ്ഞാൽ കുട്ടികൾ കൊടുത്ത ഫീസ് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മാർഗ്ഗമില്ല, കാരണം കോടതിയുടെ സ്റ്റേ ആണ്. എന്നാൽ നിലവിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും 4.5 വർഷത്തെ ഫീസ് മാത്രമേ വാങ്ങാവൂ എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഏതായാലും സർക്കാർ നടത്തുന്നുണ്ട്. കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വക്കീൽ അത് കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള സ്റ്റാൻഡ് ഞങ്ങൾ സ്വീകരിക്കും. എന്നാൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചതിനാൽ സർക്കാർ ഉത്തരവിന് പേപ്പറിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് MBBS രക്ഷിതാക്കൾ പറയുകയാണ്. 4.5 വർഷത്തേക്ക് മാത്രമേ ഫീസ് ഈടാക്കാവൂ എന്നും അധികമായി ഫീസ് പിരിച്ചിട്ടുണ്ടെങ്കിൽ കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് അത് തിരിച്ചു നൽകണമെന്നും ഉത്തരവുണ്ട്. ഇതിനെതിരെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയായിരുന്നു. സ്റ്റേ കാലാവധി തീരും വരെ നിലവിലെ രീതിയിൽ 5 വർഷത്തേക്കും സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് ഫീസ് വാങ്ങാം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞൊരു കാര്യം, 4.5 വർഷത്തെ ഫീസ് മാത്രമേ ഈ വർഷത്തേക്കും ഇനി മുതൽ ഇവിടെ അങ്ങോട്ടും വാങ്ങുകയുള്ളൂ. അങ്ങനെ ഒരു ഓർഡർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഓർഡർ ഇപ്പം നിലവിൽ ഇറക്കിയതായിട്ട് സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ആ ഓർഡറിന് ഇപ്പം നിലവിലൊരു പേപ്പറിൻ്റെ വില മാത്രമേ ഉള്ളൂ. ഇത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ നിലവിൽ ഹൈക്കോടതിയിൽ സ്റ്റേ പോയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ്സ് സ്റ്റേ പോയിട്ടുണ്ട്. ആ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. കാരണം ഞങ്ങൾ ഇത് പറഞ്ഞ പോലെ ഒരുപാട് വായ്പ എടുത്തിട്ടും മറ്റൊക്കെ ബാധ്യതയിലാണുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട തന്നെയാണ്. കാരണം 5 വർഷത്തേക്ക് ഫീസ് എന്ന് പറയുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല, ഇന്ത്യയിൽ എവിടെയില്ല, 4.5 വർഷത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ 6 മാസത്തെ ഫീസ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കണം. കോടികളാണ് അവർ വാങ്ങിയെടുത്തിട്ടുള്ളത്. ആയിരക്കണക്കിന് കുട്ടികളുടെ പൈസയാണ് തിരിച്ചു കൊടുക്കാനുള്ളത്. ഇത് എൻ്റെ ഒരു മകളുടെ കാര്യം മാത്രമല്ല, സർക്കാർ തന്നെ തീർച്ചയായും ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണം. അത് തന്നെയാണ്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, അപ്പോൾ സംഭവം ഇതാണ്, MBBS എന്ന് പറയുന്ന ഒരു കോഴ്സ് അത് 5 വർഷമില്ല, 4.5 വർഷമേ ഉള്ളൂ. അപ്പോൾ 4.5 വർഷത്തെ ഫീസ് മാത്രമേ നിങ്ങൾ ഈടാക്കാൻ പാടുള്ളൂ. ഇത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ഉത്തരവാണ്. പക്ഷേ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അവർക്ക് ഒരു 6 മാസത്തെ ഒരു സെമ്മിൽ കൂടി എക്സ്ട്രാ ഫീസ് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. ഇതാണ് സംഭവം. അപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇതിൽ ഇടപെടുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും രക്ഷിതാക്കൾക്കും ഈ വിദ്യാർത്ഥികൾക്കും ചില ആശങ്കകൾ ബാക്കിയുണ്ട്. അതെന്തൊക്കെയാണ് ഇക്ബാൽ? ഷിഹാസ്, MBBS പഠന കാലയളവ് 4.5 വർഷം മാത്രമേ ഉള്ളൂ. അത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ചട്ടത്തിൽ തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം സംസ്ഥാനത്തുള്ള സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ MBBS വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കിയിരുന്നത് 5 വർഷത്തേക്കുള്ള മുഴുവൻ ഫീസ് തുകയുമായിരുന്നു. അതായത് ഒരു സെമ്മിന്റെ ഫീസ് അധികമായി വാങ്ങിയിരുന്നു. പിന്നാലെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് നൽകുന്നു. പിന്നാലെയാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഹൈക്കോടതിയിൽ പോയി ഇതിനെതിരെ ഒരു സ്റ്റേ വാങ്ങുന്നത്. നിലവിൽ ഹൈക്കോടതി നിന്ന് ഈ കോളേജുകൾക്ക് സ്റ്റേ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 വർഷത്തേക്കുള്ള ഫീസ് വീണ്ടും വാങ്ങാം എന്നുള്ള ഒരു നിലവിലെ ചട്ടം അല്ലെങ്കിൽ നിലവിലെ തീരുമാനം അത് അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു ഇനി മുതൽ 4.5 വർഷം മാത്രമേ ഫീസ് വാങ്ങാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കി എന്നുള്ളത്. പക്ഷേ ആ ഉത്തരവ് ഈ സ്റ്റേ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഉത്തരവിന് ഒരു സാധ്യതയുമില്ല. കാരണം ഹൈക്കോടതി തന്നെ മെഡിക്കൽ കോളേജുകളോട്, പ്രത്യേകിച്ച് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളോട് പറഞ്ഞിട്ടുണ്ട് 5 വർഷത്തേക്കുള്ള ഫീസ് വാങ്ങാം എന്നുള്ളത്, നിങ്ങൾക്ക് നിലവിലുള്ള സ്ഥിതി തുടരാമെന്നുള്ളത്. അത്തരത്തിലൊരു കാര്യം നിലനിൽക്കെ പുതിയതായി സർക്കാർ 4.5 വർഷത്തേക്ക് ഫീസ് വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് യാതൊരു രീതിയിലുള്ള നിയമസാധുതയും ലഭിക്കുകയില്ല. MBBS വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഉത്തരവിറക്കിക്കോളൂ, അത് തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും. പക്ഷേ നിലവിൽ സർക്കാർ ഇറക്കുന്ന ആ ഉത്തരവിന് എന്തെങ്കിലും ഗുണം ലഭിക്കണമെങ്കിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുമായി ചർച്ച നടത്തി ഹൈക്കോടതിയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുള്ള സ്റ്റേ പിൻവലിപ്പിക്കണം. അതല്ലാതെ സർക്കാർ എന്ത് ഉത്തരവിറക്കിയിട്ടും അതിന് യാതൊരു രീതിയിലുള്ള നിയമസാധുതയുമില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടാണ് സർക്കാർ നിൽക്കുന്നതെങ്കിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുമായി ചർച്ച നടത്തി അവർ നിലവിൽ ഈ 5 വർഷത്തേക്ക് ഫീസ് പിരിക്കാനുള്ള ആ സ്റ്റേ വാങ്ങിയത് അത് പിൻവലിപ്പിക്കാനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് സർക്കാർ സ്വീകരിക്കുകയാണ് വേണ്ടത്. ആരോഗ്യവകുപ്പ് മന്ത്രി തങ്ങളുടെ ഈ ഒരു ആവശ്യം എത്രയും പെട്ടെന്ന് പരിഗണിക്കണം. കൃത്യമായി വിഷയങ്ങൾ സർക്കാർ പഠിച്ചുകൊണ്ട് വേണം ഇനിയൊരു ഉത്തരവ് ഇറക്കാൻ എന്നുള്ളതാണ് MBBS വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. ശരി ഇക്ബാൽ, അപ്പോൾ ഇപ്പോൾ MBBS പഠിക്കുന്നവർക്കും ഇനി MBBS പഠിക്കാൻ പോകുന്നവർക്കും ഇതിനു മുമ്പ് MBBS കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്കും 4.5 വർഷത്തെ ഫീസ് മാത്രമേ അവർ കൊടുക്കേണ്ടതുള്ളൂ. 5 വർഷത്തെ ഫീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത്
തിരിച്ചവർക്ക് കിട്ടേണ്ടതാണ്. അതിനുള്ള നിയമപരമായ നടപടിക്രമങ്ങളുമായി സർക്കാർ ശക്തമായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്.